ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തെ തുടർന്ന് താഴ്വരയിലുടനീളം സുരക്ഷ അതിശക്തമാക്കി. ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ മലയാളിയും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളുമായി PS വിനയ ചേരുന്നു. വിനയ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം. സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇതുവരെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 26 പേരുടെയും മൃതദേഹങ്ങൾ ശ്രീനഗറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മൃതദേഹങ്ങൾക്ക് ആദരമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ മൃതദേഹങ്ങളിൽ അദ്ദേഹം റീത്ത് വെച്ച് ആദരമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ ഭീകരാക്രമണം നടന്ന ബൈസരൺ താഴ്വരയിലേക്ക് പോകും, അവിടെ സന്ദർശനം നടത്തും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അവിടെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നിലവിൽ വന്നിട്ടില്ല. ഈ ആക്രമണം നടന്ന പഹൽഗാമിലെ ബൈസരൺ താഴ്വരയിൽ NIA-യുടെ അന്വേഷണ സംഘം, വലിയ സംഘം തന്നെ എത്തി അവിടെ പൂർണ്ണമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടപടിക്ക്, അതായത് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു ആക്രമണത്തിന് തക്കതായ തിരിച്ചടി നൽകും എന്നുള്ള കാര്യം ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെങ്കിലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണെങ്കിലും വ്യക്തമാക്കിയിരുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം അടിയന്തരമായി തന്നെ ചേർന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവരുമായി ചേർന്നുള്ള ഒരു യോഗമാണ് അദ്ദേഹം അടിയന്തരമായി നടത്തിയത്. അതിനുശേഷം ഇന്ന് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗവും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ സൗദിയിലായിരുന്ന പ്രധാനമന്ത്രി പെട്ടെന്ന് തന്നെ ടെലിഫോണിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ബന്ധപ്പെടുകയും ജമ്മു കശ്മീരിലേക്ക്, ശ്രീനഗറിലേക്ക് പോകാൻ അമിത്ഷായ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലായിരുന്ന ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അങ്ങോട്ട് തിരിക്കുകയും അവിടെ എത്തി നേരിട്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ലഷ്കർ-ഇ തോയ്ബയാണ് എന്നുള്ള കാര്യം രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ലഷ്കർ-ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഈ സംഘടന ഇന്നലെ തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ഈ ആക്രമണത്തിന്റെ രീതി നമ്മൾ പരിശോധിച്ചാൽ ഈ ബൈസരൺ താഴ്വര എന്ന് പറയുന്നത് ഒരു പർവ്വത ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരു വളരെ പ്രാധാന്യമുള്ള, അതോടൊപ്പം തന്നെ വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പഹൽഗാമിലെ ഉള്ളത്. ഇവിടെ ഇന്നലെ വലിയ തോതിൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരത്തിന്റെ സീസണാണ്. ഈ സീസണിൽ വലിയ തോതിലുള്ള സഞ്ചാരികൾ അവിടേക്ക്, കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള സഞ്ചാരികൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുന്നത്, സൗദി സന്ദർശനത്തിന്റെ ഭാഗമായി ജിദ്ദയിലെത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഈ ഇന്ത്യ സന്ദർശനം നടത്തുകയാണ്. ഈ സമയത്തും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2024 കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2 കോടിയിലധികം വിനോദസഞ്ചാരികളാണ് ആഭ്യന്തരമായും അല്ലാതെയും വിദേശത്തു നിന്നെല്ലാം തന്നെ ജമ്മു കാശ്മീർ സന്ദർശിച്ചത്, കശ്മീരിലെ വിവിധ ഇടങ്ങൾ സന്ദർശിച്ചത്. ഈ രീതിയിലെല്ലാം തന്നെ കശ്മീർ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഒരു ഭീകരരുടെ ഒരു കേന്ദ്രമല്ല, ഒരു ആക്രമണ പരമ്പരകൾ നടക്കുന്ന ഒരു സ്ഥലമല്ല, തീർത്തും സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രതീതി ആഗോളതലത്തിലും ആഭ്യന്തര തലത്തിലും എല്ലാം സൃഷ്ടിക്കാൻ തന്നെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഉള്ള ഒരു അസ്വസ്ഥത, ഭീകര സംഘടനകളുടെ ഒരു അസ്വസ്ഥതയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നാലും അവർക്ക് തക്കതായ മറുപടി കൊടുക്കും എന്നുള്ള കാര്യം എന്തായാലും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 2019 പുൽവാമയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിരുന്നു. അന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ, സുരക്ഷാ സൈനികരെയായിരുന്നു
ഇത്തരത്തിൽ ഭീകരർ ലക്ഷ്യം വെച്ചത് എങ്കിൽ ഇന്ന് സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒന്നും അറിയാത്ത ഈ വിനോദസഞ്ചാരത്തിന് വന്ന ആളുകളെ ഭീകരർ ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിൽ തന്നെ ഈ ഭീകരർ ആക്രമണം നടത്തിയതിന്റെ രീതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ഈ ഭീകരാക്രമണത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഒരു 8 ഭീകരർ അടങ്ങുന്ന ഒരു സംഘമാണ് ഈ സ്ഥലത്ത് ഭീകരാക്രമണം തോക്കുമായി AK-47 തോക്കാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. തോക്കുമായി വന്ന് ഈ ആളുകളെ തെരഞ്ഞു പിടിച്ച് അതിൽ നിന്നും ഈ പ്രദേശത്തുള്ള അതായത് കശ്മീരികളെ മാറ്റി നിർത്തി, പ്രദേശവാസികളെ മാറ്റി നിർത്തി ഹിന്ദു നാമധാരികളായ അതായത് ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു പിടിച്ച് പുരുഷന്മാരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അവരവരുടെ എല്ലാം പേരുകൾ ചോദിക്കുന്നു. അതിനുശേഷം നേരിട്ട് അവരുടെ ശിരസിലേക്കും നെഞ്ചിലേക്കുമെല്ലാം വെടിവെക്കുന്ന ഒരു രീതിയിലാണ് ആക്രമണം ഉണ്ടായത്. കർണാടകയിൽ നിന്നുള്ള പല്ലവി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഭർത്താവിനെ അവരുടെ കൺമുന്നിൽ വെച്ചാണ് വെടിവെച്ചു കൊന്നത്. അങ്ങനെ വെടിവെച്ച ഒരു ഭീകരനോട് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊന്നു, എന്നെയും കൊല്ലൂ എന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ കൊല്ലുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ചെന്ന് മോഡിയോട് പറയണം എന്ന് ഭീകരൻ ഇവരോട് പറഞ്ഞതായി എല്ലാം തന്നെ ഇവർ ഇന്നലെ മാധ്യമങ്ങളോടെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ അവിടെ നിന്ന് പുറത്തു വന്ന വീഡിയോകളിലും അതോടൊപ്പം തന്നെ ഫോട്ടോകളിലും എല്ലാം തന്നെ നമ്മൾ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതെല്ലാം തന്നെ കണ്ടതാണ്. അവർ ഇത്തരത്തിൽ ഒരു ഭീകരൻ അവരോട് സംസാരിച്ചതായിട്ടെല്ലാം അവർ പറയുന്നുണ്ടായിരുന്നു. ഈ പ്രാദേശികമായിട്ട് ഈ ഭീകരർക്ക് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം തന്നെ അന്വേഷണ ഏജൻസികൾ കൃത്യമായി പരിശോധിക്കുകയാണ്. നിലവിൽ സ്ഥിരീകരിക്കാത്ത പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം പ്രാദേശിക തലത്തിൽ ഇവരെ സഹായിച്ച ഒരു ഭീകരനെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ കൂടുതൽ ചോദ്യം ചെയ്യുക, അയാളുടെ മറ്റ് കാര്യങ്ങളിലേക്ക്, അയാളെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് മിലിറ്ററി ഇന്റലിജൻസും അതോടൊപ്പം തന്നെ NIA-യും എല്ലാം തന്നെ വൈകാതെ കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 നിരപരാധികൾക്ക് രാജ്യം ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നിരപരാധികളെ കൊന്ന ഇവരുടെ ഭീകരാക്രമണത്തിലെ ഭീരുത്വമുള്ള നടപടിക്ക് കൃത്യമായ ഒരു മറുപടി അധികം വൈകാതെ തന്നെ നൽകുമെന്നുള്ള സൂചനയും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. തീർച്ചയായും. ശരി വിനയ. ദൂരദർശൻ പ്രതിനിധി PS വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.